എനിക്ക് അവളെ ഒരിക്കലും കയറി മുറിച്ച് കാണണമെന്നോ ഇല്ലെങ്കിൽ അവളെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. എന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണ് അവള്. ഭർത്താവില്ലാതെ 2 പിള്ളേരുമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആയിരുന്നു അവര് കല്യാണം കഴിച്ചവരത്, അത് ഡിവോഴ്സായി, ഞാൻ കെട്ടിയല്ലോ, കഴിഞ്ഞു, മാറ്റർ ക്ലോസ് ആയി. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നത്. അതെ, അങ്ങനെ പറഞ്ഞ് എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവർ പോലും അവരുടെ ചൂണ്ടുവിരളിയിൽ ഞാൻ നിർത്തി എന്നെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വന്നു. സെൽഫ് ഡിഗ്നിറ്റി എപ്പോഴും ബാധിച്ചാൽ നമ്മൾ അങ്ങനെയാണ്. എന്ന് വെച്ചാല് എന്നോട് അവർ പച്ചയ്ക്ക് ചോദിച്ചു ചേച്ചി, അങ്ങനെ അത്രയും വൾഗറായിട്ട് എന്നോട് ചോദിച്ചു, എന്നോട് പ്രോഗ്രാം ചെയ്യുന്നവര്. താങ്കൾ പറയുന്നോടം വരെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല, മനസ്സിലായോ? 5 വർഷം ഒരാളുടെ കൂടെ ജീവിച്ച വ്യക്തിയാണ്, ഇന്ന വ്യക്തിയുടെ കൂടെ എന്നൊക്കെ. ഞാനും ആദ്യം കുറെ വണ്ടറിങ് ആയിരുന്നു, മനസ്സിലായോ? ആ സമയത്ത് നിങ്ങളുടെ ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സത്യമാണെന്നാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയതിനു ശേഷം മാത്രമാണ് താങ്കൾ പിന്നെയും കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ചേച്ചി സ്റ്റഡി നടത്തിയപ്പോ ഞാൻ ഇങ്ങനെ ലിവിംഗ് ടുഗദർ സെറ്റപ്പിൽ ജീവിച്ചെന്നാണോ അവര് പറഞ്ഞത്? അല്ല. അപ്പൊ ആരാണ് കള്ളി അവിടെ? ഞാൻ പിന്നെ ഇതിനെ പേടിക്കണേ? ആരെ പേടിക്കണം?